ഫ്ലുഗാഫൻ സൂറിക്. ഇതാണ് സൂറിക് എയർപോർട്ട്. എയർപോർട്ടിൻ്റെ ജർമ്മനിയിൽ പറയുന്നത് ഫ്ലുഗാഫൻ എന്നാണ്. തിരിച്ച് നാട്ടിലേക്ക് കയറാൻ വേണ്ടി വന്നതൊന്നും അല്ല കേട്ടോ. ഇന്നൊരു ശനിയാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് പരിപാടികളുണ്ട്. ഇവിടെ സ്വിറ്റ്സർലാൻഡിൽ വീക്കെൻഡ്സിൽ ഏറ്റവും ലൈവായിട്ടിരിക്കുന്ന പ്ലേസസ് എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ പോലുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഏകദേശം 15 മിനിറ്റ് മാത്രമാണ് ഞങ്ങൾക്ക് എയർപോർട്ടിലേക്കുള്ള ദൂരം. ബസ്സും ട്രാമും അവൈലബിൾ ആണ്. ഞങ്ങൾ വന്നത് ബസ്സിലാണ്. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റേഷൻ. ട്രെയിനും ട്രാമും എല്ലാം എയർപോർട്ടുമായി കണക്റ്റഡ് ആണ് കേട്ടോ. ട്രാം സ്റ്റേഷൻ ഞാൻ റിട്ടേൺ പോകുമ്പോൾ കാണിച്ചു തരാം. ബസ് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള എൻട്രൻസ് ഇതാണ് കേട്ടോ. ഇവിടെ ഒരു KFCയുടെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ വഴി നമുക്ക് ഈസി ആയിട്ട് ഉള്ളിലോട്ട് കയറാം. ഇതൊരു വലിയ എയർപോർട്ടാണ്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് എപ്പോഴും. നമ്മൾ ഇന്നിവിടെ വന്നതിൻ്റെ ഉദ്ദേശം പറഞ്ഞില്ലല്ലോ. നമ്മൾ വന്നത് SBB ഓഫീസിലേക്കാണ്. SBB ഓഫീസ് എന്നാൽ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ഓഫീസ്. ഇവിടുത്തെ ബസ്, ട്രെയിൻ, ട്രാം എല്ലാം SBBയുടെ അണ്ടറിലാണ് വരുന്നത്. ഓൾ സ്വിറ്റ്സർലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ കൺട്രോൾ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് SBB. ഇവിടെ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫുള്ളി ഫ്രീ ആണ്. 6 വയസ്സിന് ശേഷം ചൈൽഡ് പാസ് എടുക്കണം. ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചും വിവിധ പാസുകളെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് ഞാൻ 2 വീഡിയോസ് ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ SBBയുടെ എയർപോർട്ടിലെ ഓഫീസ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ടോക്കൺ ആദ്യം ഇഷ്യൂ ചെയ്യും. ആ ടോക്കൺ വിളിക്കുന്ന പ്രകാരം നമുക്ക് ഒരു കൗണ്ടർ അലോട്ട് ചെയ്യും. അവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ ആവശ്യം പറയാം. അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. നമ്മുടെ ആവശ്യം ദേവുട്ടിക്ക് ചൈൽഡ് പാസ് എടുക്കുക എന്നുള്ളതാണ്. അവൾക്ക് കഴിഞ്ഞ മാസം 6 വയസ്സ് തികഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് പാസ് വേണം. ഇത്ര കാലം അവൾക്ക് ഫ്രീ ആയിരുന്നു യാത്രകളെല്ലാം. അപ്പോൾ ഇനി നമുക്ക് പാസ് എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അത്യാവശ്യം മെയിൻ സ്റ്റേഷൻസിലെല്ലാം SBB ഓഫീസ് ഉണ്ടെങ്കിലും വീക്കെൻഡ്സിൽ കാര്യം നടക്കാൻ എയർപോർട്ടിലെ ഓഫീസിൽ തന്നെ വരണം. അങ്ങനെ ടോക്കൺ വിളിച്ചു, നമ്മുടെ കാര്യം നടന്നു. നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഏകദേശം 30 ഫ്രാങ്കാണ് കേട്ടോ ഒരു കൊല്ലത്തേക്ക് ചൈൽഡ് പാസിന് വേണ്ടി അവർ വാങ്ങിയത്. ദേവുട്ടിക്ക് ഇനി വരുന്ന 1 വർഷം ഓൾ സ്വിറ്റ്സർലാൻഡ് യാത്ര ചെയ്യാം. പേരൻസിൻ്റെ കൂടെ യാത്ര ചെയ്യണമെന്ന് മാത്രം. ഇപ്പോൾ അവർ ടെമ്പററി ആയിട്ടൊരു പാസ് നമുക്ക് തന്നു. ഇനി റിയൽ ഫിസിക്കൽ പാസ് നമുക്ക് കൊറിയറായിട്ട് വരും. നമ്മുടെ പ്രധാന ഉദ്ദേശം നടന്നു. ഇനി അടുത്ത ഉദ്ദേശം നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതാണ്. ലഞ്ച് നമുക്ക് ഇന്ന് പുറത്തുനിന്നാണ്. അപ്പോൾ KFCന്ന് തന്നെ ആവാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ KFC ഉണ്ട്. അപ്പോൾ അങ്ങനെ KFCന്ന് ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഐക്കയാണ്. ഐക്ക വരെ ഒന്ന് പോകണം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഇവിടെ അടുത്ത് ഇനി ഐക്ക ഉള്ളത് ഐറ്റ്ലിക്കോൺ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി ട്രാം എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. നമ്മൾ കയറിയ എൻട്രൻസിലൂടെ തന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. അവിടെ തന്നെയാണ് ട്രാം സ്റ്റേഷൻ. ഈ ബസ് സ്റ്റേഷൻ്റെ കുറച്ച് പുറത്തായിട്ട് വരും ട്രാം സ്റ്റേഷൻ. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ബസ് സ്റ്റേഷൻ്റെ നേരെ ബാക്ക് സൈഡിൽ വരും. ഇതാണ് നമ്മുടെ ട്രാമിൻ്റെ സ്റ്റോപ്പ് വരുന്നത്. നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ബിൽഡിങ്സിൽ ഒരുപാട് IT കമ്പനീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ബോർഡുകൾ അവിടെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. IT കമ്പനികളെന്ന് പറഞ്ഞാൽ ചെറിയ കമ്പനികളൊന്നുമല്ല. ഒറാക്കിൾ, മൈക്രോസോഫ്റ്റ്, സാപ്പ് പോലെയുള്ള ബിഗ് ഷോട്ടുകളുടെ ഓഫീസുകളാണ് അവിടെ ഉള്ളത്. എന്തായാലും നമുക്ക് പോകേണ്ട ട്രാം വന്നു. നമ്മളതിൽ കയറി ട്രാമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ട്രാം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിനി പോകേണ്ടത് ബസ്സിലാണ്. ഇവിടെ നിന്നാണ് നമുക്ക് അടുത്ത ഐറ്റ്ലിക്കോണിലേക്കുള്ള ബസ് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടി ഇനി ബസ് സ്റ്റോപ്പിലേക്ക് പോകാം. ഇവിടുന്ന് ഒരു 100 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ടാണ് നമുക്ക് അടുത്ത ബസ് കയറേണ്ടത്. ഈ ഏരിയയിൽ നിങ്ങൾക്ക് ഒരുപാട് വലിയ ബിൽഡിങ്ങുകൾ കാണാം. കണ്ടോ, ഒരു 3 ബിൽഡിംഗ് ഉണ്ട്. ഇത് വേറൊരു ബിൽഡിങ്ങാണ്. ഈ ട്രാം സ്റ്റേഷനും അതുപോലെ തന്നെ ഈ റോഡും എല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ടാണ് ഇവിടെ പോകുന്നത്. ഇതൊരു സിഗ്നൽ ജംഗ്ഷൻ കൂടിയാണ്. ഇവിടെ ഈ ജംഗ്ഷനിൽ തന്നെ റേഞ്ച് റോവർ, ടൊയോട്ട, അതുപോലെ തന്നെ ജാഗ്വർ എല്ലാത്തിൻ്റെയും ഷോറൂംസൊക്കെ ഉണ്ട്. പിന്നെ മറ്റ് പല കമ്പനികളും ഈ ബിൽഡിങ്ങുകളിലായിട്ടുണ്ട്. ഇതൊരു പോഷ് ഏരിയയാണ്. ഇവിടുത്തെ റോഡുകളാണെങ്കിലും വാക്ക് വേസ് ആണെങ്കിലും ചുറ്റും എല്ലാം വളരെ ക്ലീനാണ്. ഒരു തരത്തിലുള്ള കച്ചടകളും നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല. ഇതാണ് കേട്ടോ നമുക്ക് പോകാനുള്ള ബസ്. ഇനിയുള്ള നമ്മുടെ യാത്ര ഈ ബസ്സിലാണ്. അങ്ങനെ ബസ് കയറി നമ്മൾ ഐക്കയുടെ മുന്നിലെത്തി. ഇതാണ് ഇവിടുത്തെ ഐക്ക. വലിയൊരു ഐക്കയാണ്. ഐക്കയുടെ ഫ്രണ്ടിൽ തന്നെ ഇതുപോലെ സ്ട്രീറ്റിൽ ഒരുപാട് കച്ചവടക്കാർ ഇരിക്കുന്നുണ്ട് പല സാധനങ്ങളുമായിട്ട്. ഇവിടെ പൊതുവെ അധികം കാണാത്ത ഒരു സംഭവമാണ് ഈ സ്ട്രീറ്റിലെ കച്ചവടം. ഞാനധികം കണ്ടിട്ടില്ല, ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പോർലിക്കോണിലൊക്കെ വല്ലപ്പോഴും ഇതുപോലെ ഈ പച്ചക്കറികളൊക്കെ കാണാറുണ്ട്. അല്ലാതെ അധികം കാണാത്തൊരു സംഭവമാണ് ഈ സ്ട്രീറ്റിലെ കച്ചവടം. എന്തായാലും അവിടെ നമ്മളത് കണ്ടു. ഇനി നമ്മൾ ഐക്കയുടെ ഉള്ളിലോട്ട് കയറുകയാണ്. ഇതാണ് ഐക്കയുടെ എൻട്രൻസ്, മെയിൻ എൻട്രൻസ്. അപ്പോൾ ഇതിലൂടെ വേണം നമുക്ക് ഉള്ളിലോട്ട് കയറാൻ. ഈ ഐക്ക വലിയൊരു ഐക്കയാണ് കേട്ടോ. ഒരുപാട് ആളുകളുണ്ട്, നല്ല തിരക്കാണ്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കുറച്ച് പാത്രങ്ങൾ വാങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പൊതുവെ ഇവിടെ സാധനങ്ങൾക്കൊക്കെ വലിയ വിലയാണ്. ഐക്ക ആയതുകൊണ്ട് കുറച്ച് കുറവുണ്ടായിരിക്കുമെന്ന് പലരും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. കമ്പാരിറ്റീവ്ലി കുറച്ച് ചീപ്പാണ് കേട്ടോ ഐക്കയിലെ സാധനങ്ങൾ. എന്തായാലും നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ വാങ്ങി പുറത്തോട്ട് ഇറങ്ങി. നല്ല ചൂടാണ് പുറത്ത്. സമ്മർ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. കണ്ടോ, സൂര്യൻ്റെ തലയ്ക്ക് മേലെ നല്ല തിളച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ വെയിലത്ത് കൂടെ ഞങ്ങൾ നടക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് ബസ് കയറിയിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോകാൻ. അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്.
ബസ് കിട്ടി, നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. ഇതാണ് കേട്ടോ ബസ്സിൻ്റെ ഫ്രണ്ടിലെ ഒരു കാഴ്ച. ഒരു ലേഡിയാണ് ബസ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രിക് ബസ്സാണ്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഗിയറോ കാര്യങ്ങളൊന്നുമില്ല. ഫുള്ളി ഇലക്ട്രിക് ഓട്ടോമാറ്റിക് ഗിയറും സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉള്ള ബസ്സാണ്. മെഴ്സിഡീസ് ബെൻസിൻ്റെ ബസ്സാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ബസ് കയറി വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.